അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് മസാല കിണ്ണത്തപ്പമാണ്. നമ്മൾ കിണ്ണത്തപ്പം പ്ലെയിനായിട്ടും ഉണ്ടാക്കാം, അല്ലാണ്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു മസാല ഫിൽ ചെയ്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. അപ്പം സാധാരണ നമ്മൾ പച്ചരി കൊണ്ടോ അല്ലെങ്കിൽ നേരിയരി കൊണ്ടോ ഒക്കെയാണ് ഉണ്ടാക്കാറ്. നേരിയരി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന ജീരകശാല കൈമ അരി അങ്ങനെയുള്ള അരിയാണ്. അത് വെച്ചിട്ടുണ്ടാക്കുമ്പം നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പം ഞാനിത് പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ അതേപോലെ തന്നെ മസാല ആയിട്ട് എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ മസാലയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ബീഫ് എടുക്കാം, മട്ടൺ എടുക്കാം, അതുപോലെ തന്നെ ചെമ്മീൻ്റെ ഉണ്ടാക്കാം. ചെമ്മീൻ്റെ അതൊക്കെ ഏറ്റവും നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഫസ്റ്റ് ടൈം കുക്കിങ്ങിലേക്ക് ഇറങ്ങിയ ആൾക്കാർക്ക് പോലും നല്ല ഈസിയായി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അരി അരക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ മാത്രം മതിയാവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നോരോന്ന് ഇതുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പറയാം ഞാൻ. അപ്പോൾ ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അരി ഒന്ന് കുതിർത്ത് വെക്കാം. അതിനായിട്ട് ഒന്നുകിൽ നേരിയരി എടുക്കാം, അതായത് ജീരകശാല അരി എടുക്കാം, അല്ലെങ്കിൽ പച്ചരി എടുക്കാം. അപ്പം ഞാനിപ്പം 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പം പച്ചരിയിൽ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ നെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളം ഇട്ട് കുതിർത്ത് വെക്കാം. അങ്ങനെ ഞാനിപ്പം കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഇതൊന്ന് 2 തവണ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1-2 മണിക്കൂർ അങ്ങനെ കുതിർത്ത് വെക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് കൂടുതൽ പച്ചരി എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1.5 കപ്പ് പച്ചരിയാണ് ഞാനിപ്പോൾ എടുത്തത്. ഇനി ഇത് നന്നായിട്ട് കഴുകിയ ശേഷം കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒന്നങ്ങ് കുതിർത്ത് വെക്കാം. അപ്പം നേരിയ അരി ആയാലും നമ്മൾ എടുക്കുന്ന അളവിന് കണക്കായിട്ട് വെള്ളം ഇട്ടങ്ങ് കുതിർത്ത് വെക്കാം. എന്നിട്ടിത് അടച്ചിട്ടൊരു 3-4 മണിക്കൂർ അങ്ങനെ അവിടെ കുതിരാനായിട്ട് വെക്കണം. അങ്ങനെ ഇപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പച്ചരി ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. 2 തവണ ഞാൻ വീണ്ടും ഒന്ന് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ 1.5 കപ്പ് പച്ചരിക്ക് ഞാനിപ്പം 3/4 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കുന്ന ചോറ് അത് ഏത് അരി കൊണ്ട് ഉണ്ടാക്കിയതായാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 10 മുതൽ 12 വരെ കുഞ്ഞുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുഞ്ഞുള്ളിക്ക് പകരം ഒരു അരമുറി സവാള എടുത്താലും മതി. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു അരിയിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഏലക്കായാണ്. അപ്പോൾ ഒരു 5-8 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് തേങ്ങ വേണം. നമ്മളിപ്പോൾ 1.5 കപ്പ് അരിക്ക് 3/4 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ തേങ്ങയും എടുക്കണം. അപ്പം ഞാനിപ്പം തേങ്ങ ചിരവിയതെടുക്കുന്നില്ല, അതിന് പകരം തേങ്ങ പൊടിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിൽ കാണിക്കാത്തത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ടിട്ട് നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിപ്പം വെള്ളം വാർത്തിട്ട് ഈ പച്ചരി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഏലക്കായും കുഞ്ഞുള്ളിയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് അരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അതല്ലെങ്കിൽ ഒരു ബാച്ചായിട്ട് 2-3 ബാച്ചായിട്ട് അങ്ങനെ അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് നല്ല ഫൈൻ ബാറ്റർ ആക്കിയിട്ട് എന്താ പറയുക, അത്രയും മഷി പോലെയായിട്ട് ഒരു തരി പോലും ഇല്ലാണ്ട് അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിരവിയ തേങ്ങയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക. അപ്പം ഞാനിപ്പം തേങ്ങാപ്പൊടിയാണ് ചേർക്കുന്നത്. തേങ്ങാപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിപ്പം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും അരച്ചെടുത്താലും ആ ഒരു ഏലക്കായിൻ്റെ ആ ഒരു തോടൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പച്ചരിയാണല്ലോ, അതിലെന്തായാലും നെല്ലൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് അരിച്ചെടുക്കണം. പിന്നെ ഇത് അരക്കുമ്പം കുറച്ച് വെള്ളം ഇട്ടിട്ട് അരച്ചാൽ മതി. എന്നാലും ഈ ഒരു ബാറ്ററി ലൂസായിട്ട് ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം കിട്ടണമെങ്കിൽ കുറച്ച് ഈ മാവ് ലൂസാവണം. അപ്പോൾ അരക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഇടുന്നത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കണം. എന്തായാലും നമ്മളിപ്പം തേങ്ങാപ്പാലിടുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസാവും. അങ്ങനെ ഞാനിപ്പം 2 ബാച്ചായിട്ട് ഇതൊന്നങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് അരിച്ചെടുക്കാം. കണ്ടോ, ഇതിലേക്ക് എന്തായാലും ആ ഒരു ഏലക്കായൻ്റെ തോടൊക്കെ കാണും. അതൊക്കെ നമുക്ക് അരിച്ചങ്ങ് മാറ്റിയേക്കാം. ഇനി ഇതിലേക്ക് മിക്സി കഴുകിയിട്ട് ഞാൻ 1 ഗ്ലാസ് കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അരിമാവ് അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. ഏലക്കായും തേങ്ങയൊക്കെ കൂടുമ്പം നല്ലൊരു മണം ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും ഉണ്ടാക്കിയാൽ. ഇനിയിപ്പം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം 1/2 ഗ്ലാസ് തേങ്ങാപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം.
പിന്നെ നമ്മൾ എടുക്കുന്ന തേങ്ങാപ്പാലിൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് ഈ തേങ്ങാപ്പാൽ ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. തേങ്ങാപ്പാൽ നല്ല കട്ടിയായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാറ്ററിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കാം. അതായിരിക്കും നല്ലത്. കാരണം തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഫ്ലേവറും എന്തായാലും ഈ ഒരു അരിയിൽ കിട്ടണമെങ്കിൽ തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല. ഇനി തേങ്ങ അരച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും ആദ്യം നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കുക. പിന്നെ ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ടാം പാലൊക്കെ ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ ഇപ്പം തേങ്ങാപ്പൊടി നന്നായിട്ട് കട്ടയില്ലാണ്ട് മിക്സാക്കിയിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പം മസാലയൊന്നും ഇല്ലാണ്ട് പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് തന്നെ ധാരാളം. ആവിത്തട്ടിൽ പ്ലേറ്റോ അല്ലെങ്കിൽ കാസയോ വെച്ചിട്ട് ഇത് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പം നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാനൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മസാല ഞാനിപ്പം ചിക്കൻ്റെ ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാനിപ്പം എല്ലാം കൊട്ടൊന്നും ഇല്ലാണ്ട് തനിയിറച്ചിയാണ് എടുത്തത്. കുറച്ച് തനിയിറച്ചി ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വലിയ പീസാക്കണ്ട. കാരണം നമ്മളിത് ഇഡ്ഡലി തട്ടിലിട്ടിട്ട് ആ ഒരു ചെറിയ സൈസിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് കണക്കായിട്ട് ചെറിയ പീസാക്കിയിട്ട് ചിക്കൻ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ചിക്കൻ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിപ്പം ഒരു ചീനച്ചട്ടിയിലേക്ക് ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്തത് കുറച്ച് വെള്ളം ഇട്ടിട്ട് വേവിക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്തിട്ട് ആ വെള്ളമൊക്കെ വറ്റി വരണം. വറ്റിയതിന് ശേഷം ആ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് വരുമല്ലോ. അങ്ങനെ പിടിച്ച് വരുന്ന സമയം ഇതിലേക്ക് തന്നെ കുറച്ച് ഓയിലിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ ചിക്കൻ നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. മസാലയൊക്കെ ആ ചിക്കനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ പീസായതുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് അങ്ങ് വെന്തോളും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മസാല പുരണ്ട ചിക്കനിലേക്ക് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മൊരിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം എന്നൊന്നുമില്ല. ആ എണ്ണയിലൊന്ന് കുരുണ്ടിട്ട് അങ്ങ് പൊരിഞ്ഞ് വന്നാൽ മതി. അങ്ങനെ ഞാനിപ്പം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് നന്നായി മൊരിച്ചിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ ചിക്കൻ അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് ഇതേ സെയിം പാത്രത്തിൽ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് മാളിച്ചൊരു മസാല ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പം ചിക്കൻ ആ പാത്രത്തിൽ നിന്നങ്ങ് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ സെയിം പാനിൽ ആ ഒരു ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഉള്ളി നന്നായിട്ടൊന്നങ്ങ് വാട്ടിയെടുക്കാം. ഉള്ളി അത്യാവശ്യം ഒന്ന് വാടി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി അങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരാനായിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് അടച്ച് വെക്കാം. ഇനിയിപ്പം മൂടി തുറന്നിട്ട് നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി തക്കാളിയിലേക്ക് മാത്രമായിട്ട് കുറച്ച് ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, വേവിച്ച് മൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയെടുക്കാം. ഇനിയിപ്പോൾ എല്ലാം നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞതും കൂടെ വിതറി കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ മസാലയാണിത്. അങ്ങനെ നമ്മുടെ മസാല ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ചെമ്മീൻ്റെ മസാല ഉണ്ടാക്കാം. പിന്നെ അതുപോലെ ബീഫിൻ്റെതായാലും മട്ടൻ്റെതായാലും ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു കിണ്ണത്തപ്പം മസാല കിണ്ണത്തപ്പം ഏറ്റവും ടേസ്റ്റ് ചെമ്മീൻ്റെതായിരിക്കും. അങ്ങനെ മസാല ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ആവിത്തട്ടിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റിലാണ് ഈ ബാറ്റർ ഒഴിച്ച് പിന്നെ മസാല ഇട്ടിട്ട് അങ്ങനെ ലെയറാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാനിന്ന് അങ്ങനെ ഒരു പ്ലേറ്റിലല്ല ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഒരു ഇഡ്ഡലിൻ്റെ തട്ടിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയൊരു മാറ്റം. പിന്നെ ചെറിയ സൈസാകുമ്പോൾ നമുക്ക് സ്നാക്കായിട്ടും സെർവ് ചെയ്യാമല്ലോ. അങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ ഞാനിപ്പം കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് ആ ഒരു തട്ടും കൂടെ വെച്ച് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കുഴിയിലേക്കും കുറച്ച് കുറച്ചായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായി ഇഡ്ഡലി പോലെ ഫുള്ളായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഒരു 1/4 ഭാഗം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 2 ഇഡ്ഡലി തട്ടിലേക്കും ഞാനിപ്പം 1/4 ഭാഗം വീതം വെച്ചിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വേവാനായിട്ട് അടച്ചു വെക്കണം. നമ്മൾ സാധാരണ ആ പ്ലേറ്റിൽ ചെയ്യുന്നത് പോലെ തന്നെ പ്ലേറ്റിൽ ആദ്യം ബാറ്റർ ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ആ ബാറ്റർ ഒന്ന് വേവുന്നത് വരെ അടച്ചു വെക്കും. എന്നിട്ട് വീണ്ടും മസാല ഇട്ടിട്ട് പിന്നെയും ബാറ്റർ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇതും. ഇഡ്ഡലിൻ്റെ സൈസിൽ ഇഡ്ഡലി തട്ടിൽ ചെയ്യുന്നേ ഉള്ളൂ, വേറെ മാറ്റമൊന്നുമില്ല.
ഇതിപ്പോൾ ഒരു 1-2 മിനിറ്റ് വെക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കാം. ഒരു സ്പൂണൊക്കെ വെച്ചാൽ മതി. കാരണം കുറേ ആകുമ്പം നമുക്ക് ആ ഒരു ഇഡ്ഡലിൻ്റെ ഷേപ്പിൽ കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂണൊക്കെ ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ സൈസിലാകുമ്പം ചിക്കനായാലും മട്ടണായാലും ബീഫായാലും ഏറ്റവും ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് മസാല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ സാധാരണ ഇങ്ങനെ കിണ്ണത്തിൽ വീത്തിയത് ഉണ്ടാക്കുമ്പം ചിക്കനായാലും ബീഫായാലും ഉണ്ടാക്കുമ്പം കുറച്ച് എല്ലും കൊട്ടൊക്കെ എടുക്കും. പക്ഷേ ഈ ഒരു ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലും കൊട്ടൊന്നും എടുത്തു കഴിഞ്ഞാൽ സൈസ് ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ തനിയിറച്ചി എടുത്തത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തിലും മസാല ഇട്ടതിന് ശേഷം കുറച്ച് അരിമാവ് ഇതിലേക്ക് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ആ ഒരു കുഴിയിൽ പുറത്തേക്കായി പോകാത്ത വിധത്തിൽ വേണം നമ്മൾ അരിമാവ് ഒഴിച്ചു കൊടുക്കാൻ. ആ ഒരു മസാല ജസ്റ്റ് ഒന്ന് കവറായി കിട്ടിയാൽ മതി. അങ്ങനെ ഞാനിപ്പം ഒരു തട്ടിൽ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതിലും ഇതേപോലെ തന്നെ മസാല ഇട്ടിട്ട് വീണ്ടും നമുക്ക് അരിമാവ് അങ്ങ് ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മസാല ഈ അരിമാവിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാ മസാലയും അതുപോലെ അരിമാവ് ഇട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടച്ച് വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ആവി കയറ്റി വേവിച്ചെടുക്കാം. പിന്നെ ഇത് ഇഡ്ഡലി പോലെ പൊങ്ങി വരുമൊന്നുമില്ല, ആ ഒരു ഷേപ്പിൽ തന്നെ അടങ്ങി അങ്ങ് നിന്നോളും. അങ്ങനെ ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചെമ്പിൽ നിന്ന് തട്ടെടുത്ത് മാറ്റണം. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് കോരിയെടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് മുറിഞ്ഞു പോകും. കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അരിമാവാണ്. അപ്പോൾ നന്നായിട്ട് ചൂടാറണം. പിന്നെ ഇത് ചൂടോട് കൂടിയിട്ട് സ്പൂൺ കൊണ്ട് കോരിയെടുക്കാൻ ശ്രമിക്കരുത്. എന്തായാലും ഇത് പൊട്ടിപ്പോവും. ആ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം മാത്രമേ സ്പൂൺ കൊണ്ട് കോരിയെടുക്കാവൂ. നമ്മൾ ഇഡ്ഡലിയൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഒന്നുകിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ പൈപ്പിൻ്റെ താഴെയായിട്ട് ഇത് തിരിച്ചു വെച്ചിട്ട് ആ അടിഭാഗം നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പം തൊട്ടുനോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട്. ഇനിയിപ്പം ഞാൻ ഒരു സെറ്റ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് ഞാനിപ്പം പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കറീൻ്റെ കൂടെ കൂട്ടി തിന്നാൻ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇഡ്ഡലി ചെമ്പിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഈ പ്ലേറ്റ് നന്നായി ചൂടായി വരുമ്പം കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. ഓയിലിനെക്കാട്ടിലും ഗീ ആണ് ഇതിലേറ്റവും നല്ലത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്കൊരു 1-2 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ആ പ്ലേറ്റ് മുഴുവനായി ഒന്നങ്ങ് സ്പ്രെഡാക്കിയെടുക്കാം. ഇനി ഇത് അടച്ചിട്ട് 1-2 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇത് നേരിയതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. 1-2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇതിപ്പം നന്നായിട്ട് ആറിയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മുകളിലും കുറച്ചുകൂടെ ഗീ തടവി കൊടുത്തിട്ട് 1-2 തവി ബാറ്റർ ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈ ഒരു പ്ലേറ്റിൽ നമുക്ക് എത്രത്തോളം വേണോ ലെയറായിട്ട് അത്രയും ലെയറാക്കിയിട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ കിണ്ണത്തപ്പം പ്ലെയിനായിട്ടുള്ളത് ഉണ്ടാക്കാറ്. ഇത് തിരുളുവത്തിൽ എന്ന് പറയും. പിന്നെ നമ്മളിതിനെ കിണ്ണത്തിൽ വീത്തിയതെന്ന് പറയാം. വീത്തിയത് എന്ന് പറഞ്ഞാൽ ഒഴിച്ചതെന്നാണ് അർത്ഥം വരുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ആ ഒരു ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇഡ്ഡലി തട്ടിലുള്ളത് നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റും. അപ്പം ഈ ഇഡ്ഡലി തട്ടിൽ കുറച്ച് നെയ്യൊക്കെ തടവി കൊടുത്തിട്ട് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ ഒട്ടിപ്പിടിച്ച് പോവില്ല കേട്ടോ. ഇനി ഇത് കണ്ടോ, സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ എൻഗേജ്മെൻറ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പെട്ടെന്ന് വരുന്ന ഒരു പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്, ഉണ്ടാക്കുന്നൊരു സാധനമാണ്. ഇങ്ങനെയാകുമ്പം വലിയ സൈസിലൊരു പ്ലേറ്റിലൊക്കെ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നതിനെക്കാട്ടിലും ചെറിയ സൈസിൽ ഇങ്ങനെ ഇഡ്ഡലിൻ്റെ സൈസിലൊക്കെ ആകുമ്പം ഓരോന്നെടുത്ത് തിന്നാൻ അതിൻ്റെ ആ ഒരു രസം ഉണ്ടാവുമല്ലോ, ഒരു ടേസ്റ്റും ആണല്ലോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. 2 ടൈപ്പിലുള്ളതും നമുക്ക് ഉണ്ടാക്കാം. പ്ലെയിനായിട്ടുള്ളത് ഏതെങ്കിലും ഒരു കറീൻ്റെ കൂടെ കൂട്ടി തിന്നാം, അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ കൂടെ കൂട്ടിയിട്ടും തിന്നാം. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊരു കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കല്ലുമ്മക്കായൊക്കെ പൊരിക്കുന്നത് പോലെ അതും അങ്ങനെ പൊരിച്ചെടുക്കാം. ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താലും മതി. അങ്ങനെ ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ഫ്രൈഡ് കിണ്ണത്തപ്പം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കാണണം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല കിണ്ണത്തപ്പം അതുപോലെ തന്നെ പ്ലെയിൻ കിണ്ണത്തപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റൈലിൽ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം.
അപ്പം പ്ലെയിൻ കിണ്ണത്തപ്പവും ഞാനിപ്പം സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽ ചിക്കൻ കറി, ഉള്ളിയൊക്കെ കുറച്ചിട്ടുണ്ടാക്കുന്നൊരു ചിക്കൻ കറി. ആ ഒരു ചിക്കൻ കറീൻ്റെ കൂടെയാണ് ഞാനിപ്പം സെർവ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ ഓരോ ലെയറായിട്ട് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഓരോ ലെയർ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് പുരട്ടി കൊടുത്തിട്ട് വീണ്ടും ഇങ്ങനെ ലെയർ ഒഴിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലെയറായിട്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ലെയറായിട്ട് അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടൊരു വലിയൊരു സൈസിൽ അങ്ങനെയും ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയുകയും ചെയ്യണം. ഇനി നമുക്ക് പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണാം. അൺടിൽ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.